ഇന്ന് എൻ്റെ ഓഫിൻ്റെ 3-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ പയ്യെ ഉറക്കം എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജാങ്കുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഉച്ചയ്ക്കുള്ള ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിതേ ഒരു കോളിൽ ദേ പെങ്കൊച്ചെ, ഞാൻ നിങ്ങളുടെ വീടിന് അടുത്തുണ്ടോ കേട്ടോ എന്ന് പറയുന്നതും ഇതെങ്ങനെ സൗത്ത് മോൾട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തിയെന്ന് ഞാൻ ആലോചിക്കുന്നതിന് മുന്നേ അടുത്ത ചോദ്യം എത്തി. എന്തെങ്കിലും കഴിക്കാനിരിപ്പുണ്ടോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വീട്ടിൽ കയറാൻ പറ്റുമെന്നറിയില്ല. കൊളീഗ് കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ജാങ്കുട്ടനെയും കൊണ്ടുവരണേ, എനിക്ക് ജാങ്കുട്ടനെയും കാണണമെന്ന് പറഞ്ഞു. ശരി, വീട്ടിൽ എന്താണോ ഉള്ളത് ഞാൻ തട്ടിക്കൂട്ടി വേഗം ഒരു ലഞ്ച് റെഡിയാക്കി അത് പാക്ക് ചെയ്ത് ജാങ്കുട്ടനെ റെഡിയാക്കി ഞാനും കൂടെ റെഡിയായി വേഗം ഓടി ചെല്ലുന്നത് ഈ മുതലിനെ കാണാനാണ്. ഇത് അതുല്യേച്ചി എനിക്ക് സണ്ടർലൻഡിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ UK ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഷെയറിങ്ങിൽ വീട്. അപ്പോൾ ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഭയങ്കര സ്നേഹവും നിറഞ്ഞ ഒരു ജേർണിയാണ് ഞങ്ങളുടേത്. ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചേച്ചി ഇന്ന് എന്നെ വിളിച്ചതും കാണാൻ വന്നതും ഒക്കെ. ബിക്കോസ് ഞാൻ ഇച്ചിരി മെൻ്റലി ഡൗൺ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ തിരക്കി പോകണ്ടേ, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ തിരക്കി വന്നോളൂ. ഇപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അവർക്ക് നമ്മളെ ഇഷ്ടമാകണമെന്നില്ലല്ലോ. നമ്മളെ ഇഷ്ടമുള്ളവരിതേ ഇങ്ങനെ വന്ന് സർപ്രൈസൊക്കെ തന്ന് നമ്മൾ ഓക്കെ ആക്കി എടുത്തോളും.